ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന കുറച്ച് ഇഞ്ചിയാണ്. അപ്പോൾ ഈ ഇഞ്ചി കൃഷി ചെയ്യുന്നവർക്ക് പ്രധാനമായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിച്ചു വരുമ്പോൾ തന്നെ അതിൻ്റെ തണ്ടൊക്കെ അഴുകി പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ തണ്ടൊക്കെ അഴുകാതെ നമുക്ക് ഇഞ്ചി കൃഷി എങ്ങനെ 100% വിളവ് ലഭിക്കാമെന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ തണ്ട് അഴുകാതിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മിശ്രിതം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആ മിശ്രിതം എങ്ങനെ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്കാണെന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇഞ്ചി കൃഷി. അതായത് നമ്മളിപ്പം നട്ടിട്ട് കിളിച്ച് വന്ന സ്റ്റാർട്ടിങ് ടൈമാണ്. അതായത് എല്ലാം ഒന്നും കിളിച്ചിട്ടില്ല, ഉണ്ട് അപ്പുറത്തൊക്കെ എല്ലാത്തിനും പല പല സൈസാണ്. അതായത് ചിലത് ആദ്യം കിളിച്ചത്, പിന്നെ അല്ലാത്തതൊക്കെ രണ്ടാമത് കിളിച്ച് വരുന്നതാണ്. എല്ലാം ഒന്നും കിളിച്ച് വരുന്നേ ഉള്ളൂ. ഇനിയും കുറേ ആ ഗ്യാപ്പിലെല്ലാം കുറേ കൂടെ കിളിച്ച് വരാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് തുരിശാണ്. തുരിശ് നമ്മൾ പൊടിച്ചു വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം. പൊടിച്ച തുരിശ് നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതൊരു കുപ്പിയിലോട്ട് തട്ടിയിട്ടുണ്ട്. അതായത് 1 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള ടിന്നാണ്. അതിനകത്തപ്പം 1 ലിറ്റർ വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. എന്നിട്ട് തുരിശാതിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ കാണുന്നതാണ് നമ്മുടെ ചുണ്ണാമ്പാണ്. അപ്പം ചുണ്ണാമ്പും തുരിശും കൂടെ കലക്കിയ വെള്ളമാണ് നമ്മളിതിന് ചേർക്കേണ്ടത്. അതാണ് നമ്മുടെ ഇതിനായിട്ടുള്ള മെയിനായിട്ടുള്ള ഐറ്റം. വേറെ ഒന്നും വേണ്ട, ഇതാണ് നമ്മൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഐറ്റം. അപ്പം ചുണ്ണാമ്പ് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, ചുണ്ണാമ്പ് ഓവറാവില്ല, കുറച്ച് മാത്രമേ ഇടാവൂ. അതായത് കൂടിപ്പോയാൽ 1 സ്പൂൺ, 1 സ്പൂണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതായത് ചുണ്ണാമ്പ് ഓവറായിട്ടായി കഴിഞ്ഞാൽ ചിലപ്പം ഇഞ്ചിയുടെ ഇല വാടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുണ്ണാമ്പ് കുറച്ച് മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഇഞ്ചിയുടെ ചെടിയുടെ മേളിലൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സ്പ്രേ അല്ല, നമ്മുടെ സ്പ്രേ ഗണ്ണില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ മേളിൽ കുടഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സ്പ്രേ ഗണ്ണുള്ളവർക്ക് അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പായാലും മതി, കമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. പിന്നെ കൈ വെച്ച് നമ്മൾ ഡയറക്റ്റ് കയ്യിലൊന്നും തൊടേണ്ട കാര്യമില്ല. അപ്പം ബ്രഷ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഐഡിയ ഉള്ളത് ഐഡിയ വെച്ചിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്ത് അങ്ങനെ നമുക്ക് എല്ലാ ഇഞ്ചിയുടെ തണ്ടിലും ഇലയിലും നമ്മളൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ ചെയ്യണം. ഒരു 6 മണി, ഒരു 6:30 ആ ടൈം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ്. അല്ല നമ്മൾ വെയിലത്തൊന്നും നമ്മളിത് ചെയ്യല്. നമ്മൾ നല്ലപോലെ ഇഞ്ചി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ ഇലയിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഒന്നും നമ്മുടെ തണ്ടൊന്നും അഴുകി പോകത്തില്ല, നന്നായിട്ട് വളരുകയും ചെയ്യും. നമുക്കതിൽ നല്ല വിളവും ലഭിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിയുകയാണ്. അപ്പം ഇന്ന് ഈ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊന്ന് അറിയിക്കേണ്ടതാണ്. അപ്പം നിങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പം ഇഞ്ചി നല്ല വിളവ് ലഭിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇനി നല്ല ടോപ്പിക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.